കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ വനപാതയിലൂടെയൊക്കെയുള്ള യാത്രക്കിടെ ഈ റോഡിലൊക്കെ സൈഡിലൊക്കെ ഈ ആനയും മറ്റു മൃഗങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കിട്ടിയാൽ ഉറപ്പായിട്ടും ഫോട്ടോ പിടിക്കുക തന്നെ ചെയ്യുമല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള യാത്രക്കിടെ റോഡിൽ ഇറങ്ങിയാലോ അതിന് മുന്നിൽ പെട്ടാലോ എന്ത് സംഭവിക്കും? ആന്ധ്ര സ്വദേശികളായ 2 പേർ ഇങ്ങനെ റോഡിൽ ഇറങ്ങുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ദാ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ലോറിക്ക് വിചാരിച്ച് നടക്കും. എം കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമല, ദൃശ്യങ്ങൾ ശരിക്കും നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്നുണ്ട്. കാരണം കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ച് അതിലൊരാൾ നിലത്ത് വീഴുന്നു. ആനയുടെ ചവിട്ടേൽക്കാതെ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഈ വനപാതയിലൊക്കെ പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശമൊക്കെയുണ്ട്. എന്നിട്ടും അവഗണിച്ച് സാഹസം കാണിച്ചാൽ ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പൂജ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. അമിതമായ സാഹസത്തിന് മുതിർന്നാൽ ഇതാണ് അവസ്ഥ. നമ്മൾ തത്സമയത്തിൽ തന്നെ ഇത്തരം ദൃശ്യങ്ങൾ കാണിച്ച് മുമ്പ് നമ്മൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ വന്യജീവി സങ്കേതങ്ങളിലൂടെയും അതുപോലെ ദേശീയോദ്യാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന റോഡുകൾ, അത് വനപാതകൾ തന്നെയാണ്. എപ്പോഴും വന്യജീവികൾ മുറിച്ചു കിടക്കുന്ന സ്ഥലമാണ്. അവിടെ വാഹനം പാർക്ക് ചെയ്യുകയോ ഇറങ്ങുകയോ ചെയ്യരുതെന്ന കർശനമായ നിയമമുണ്ട്. എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്. നിർത്തുന്നവരെ വനം വകുപ്പ് കൃത്യമായി മുന്നറിയിപ്പ് നൽകാറുണ്ട്. അത് കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ആണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഫൈൻ അടിക്കാറുണ്ട്. പലപ്പോഴും മലയാളികളാണ് ഇതിൽ പെടാറുള്ളത്. ഈ സംഭവം നടക്കുന്നതും കേരളത്തിലല്ല, നമ്മുടെ അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി മുത്തങ്ങ മൈസൂർ റോഡിൽ തന്നെയാണ്. പക്ഷേ കർണാടക അതിർത്തിയിൽ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലാണ്. അവിടെ പക്ഷേ കർണാടകത്തിന്റെ പട്രോളിംഗ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ നിയമ നടപടികളിൽ നിന്ന് ആ സമയത്ത് രക്ഷപ്പെട്ടു. പക്ഷേ അതിനെക്കുറിച്ച് കർണാടക വനം വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിൽ ഇനിയെങ്കിലും ഓരോ വീഡിയോ പുറത്തു വരുമ്പോഴും നമ്മൾ പറയുന്നതാണ്, ഈ നിയമങ്ങളൊന്നും വെറുതെ അല്ല, ഈ നിർദ്ദേശങ്ങൾ വെറുതെ അല്ല. കർശനമായി പാലിച്ചില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും അപകടമുണ്ടാകാം. വന്യമൃഗങ്ങളാണ്, പ്രത്യേകിച്ച് ആനയുൾപ്പെടെയുള്ള മൃഗങ്ങൾ അവരുടെ സഞ്ചാരപാതയാണ്. ഇത്തരത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്താൽ ഏത് നിമിഷവും അവയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാം. നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. അത് കർശനമായി തന്നെ പാലിക്കണം. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ഈ വഴിയിലൊക്കെ സ്ഥിരമായി നമ്മുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ആളുകളെ കണ്ടാൽ മുന്നറിയിപ്പ് നൽകാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ നിയമം പറഞ്ഞാലൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. കർണാടകയ്ക്കാണെങ്കിൽ നമ്മൾ പറയും വനംവകുപ്പുകാർ വന്നാൽ പണി കിട്ടുമേ, നല്ല ഫൈൻ കിട്ടുമേ എന്നൊക്കെ പലരോടും മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് ചിരിച്ചു തള്ളിക്കുകയോ ഇതൊന്നും കേൾക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും മസനഗുഡി വഴി ഊട്ടിയിലേക്കൊക്കെ പോകാനുള്ള തിടുക്കത്തിലാണല്ലോ ഇപ്പോൾ പല മലയാളികളും. അപ്പോൾ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ. ഏത് വനപാതയിൽ കൂടി പോയാലും പുറത്തിറങ്ങരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട്. അത് പാലിക്കണം. അഥവാ സാഹസം കാണിക്കാനാണ് തീരുമാനമെങ്കിൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ. കഷ്ടിച്ചാണ് ആൾക്കാർ രക്ഷപ്പെട്ടത്. കണ്ടല്ലോ. ശരി കമൽ.